രാവിലെ തന്നെ നമ്മുടെ ജാതിത്തോട്ടത്തിലേക്കാട്ടോ ഇറങ്ങിയത്. ഇഷ്ടം പോലെ ജാതികളൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു പറമ്പ് തന്നെയാണ് നമ്മുടെ. അപ്പം അത്യാവശ്യം നല്ലപോലെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനത്തെ ജാതിമേലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന തരം ജാതിയാണ്. ഇവിടെ പല തരത്തിലുള്ള ജാതികളും ഉണ്ട്. അപ്പം നമ്മളിതിൻ്റെ ഇലയൊക്കെ നമ്മൾ അത്യാവശ്യം വെള്ളം തിളപ്പിക്കാനൊക്കെ എടുക്കും. അതുപോലെ തന്നെ നല്ലപോലെ വളമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനും കായ്ഫലം കൂടുതൽ കിട്ടും കേട്ടോ. നമ്മൾ നാടൻ വളങ്ങളാണ് ഇതിന് പൊതുവേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം അത് കാരണം കൊണ്ട് തന്നെ കായ്കൾ അത്യാവശ്യം ഉണ്ടെങ്കിലും കൂടുതൽ കായ്ഫലം നമുക്ക് കിട്ടുന്നില്ല. ഇനി വളമൊക്കെ ഇട്ട് തുടങ്ങണം. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ജാതിത്തോട്ടത്തിലോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങും. മൂത്ത ജാതിക്കൊക്കെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട്, അല്ലെങ്കിൽ വവ്വാലൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അത് കാരണം രാവിലെ ഇപ്പോൾ പോയപ്പോൾ കുറേ കുഞ്ഞ് ജാതിക്കകളൊക്കെ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് നോക്കി നിന്നപ്പോൾ തന്നെ നമ്മുടെ കണ്ണിനൊരു കുളിർമയാണല്ലോ. പിന്നെ നോക്കിയപ്പോഴാണ് നമ്മുടെ റോസാപ്പൂവിൽ ചെറിയ മുട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടുകളും പ്രാണികളൊക്കെ ഇങ്ങനെ മുട്ടുമ്മേൽ ഇങ്ങനെ വന്നിരുന്ന് അതൊക്കെ തിന്ന് തീർക്കലാണ് അവരെ പണി കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു തുളസി അവിടെ മുളച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാണ്. അങ്ങനെ രാവിലത്തെ നടത്തമൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു അടപ്പിൽ തീ കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അമ്മ ദേ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഞങ്ങൾ പുറത്ത് തീ കൂട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ മഴയൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ നോക്കിയിട്ട് പുറത്ത് ഇതുപോലെ തീ കൂട്ടും. അപ്പോൾ സൈഡിലൊക്കെ വെള്ളമൊക്കെ വെച്ച് ചൂടാക്കാനൊക്കെ എപ്പോഴും നല്ലതാണ്. പിന്നെ വലിയ വലിയ വിറക് മുട്ടികളൊക്കെ ഉള്ളത് തന്നെ നമുക്ക് അകത്ത് തീ കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പുറത്ത് ഇതുപോലെ ചെറിയ കമ്പുകളും ഇതൊക്കെ വെച്ചിട്ട് വേഗം ഇവിടെ വെള്ളത്തിന് തീ കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോയി. പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പപ്പടം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അച്ഛനോട് വിളിച്ചു പറഞ്ഞതേ പപ്പടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറുത്തെടുത്തു. അങ്ങനെ ദേ നമ്മുടെ ചായയും അതുപോലെ തന്നെ പുട്ടും പപ്പടം ഒരു നല്ല കോമ്പിനേഷനാണല്ലോ. അപ്പോൾ ഞാനും അമ്മയും കൂടെ അവിടെ ഇരുന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അകൊക്കെ ഒന്ന് അടിച്ച് വാരണം. അതുപോലെ തന്നെ കുറേ തുണികൾ ഇന്നലെ അലക്കിയതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അത്യാവശ്യം ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇന്നലെയാണ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കുറേ പാവാടകൾ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലൊക്കെ ഇടുന്നത്. അതുപോലെ തന്നെ അമ്മയുടെ സാരിയൊക്കെ ഉണ്ട്. സാരി മടക്കാനായിട്ട് അമ്മേനെ വിളിച്ച് കഴിഞ്ഞാൽ അമ്മ വരില്ല. അത് കാരണം ഞാനത് അവിടെ തന്നെ വെച്ചു. എൻ്റെ ഡ്രസ്സുകളും വിരിയും അങ്ങനത്തെ ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ മടക്കി എടുത്ത് വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഒരാൾ അവിടെ ഇരുന്ന് ഒച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് കയ്യുമ്മതേ കടന്നൽ കുത്തിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ വളമിടാൻ പോയതായിരുന്നു. അപ്പോൾ കടന്നലിൻ്റെ കൂട്ടിലാണ് പോയി കൈ ഇട്ടത്. അപ്പോൾ അത് കാരണം ഞാൻ വേഗം മടക്കലൊക്കെ അവിടെ നിന്നിട്ട് വേഗം അങ്ങോട്ട് പോയപ്പോഴാണ് കയ്യുമ്മലാണ് കുത്തിയത്. വളമിടാനായിട്ട് കുരുമുളകിന് വളമിടാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇതിങ്ങനെ മടങ്ങിയിരിക്കുന്ന കാരണം ഷീറ്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം മണ്ണെണ്ണയും അതുപോലെ തന്നെ തുമ്പയുടെ ഇലയൊക്കെ ഒന്ന് ചതച്ച് വെച്ച് കൊടുത്തു. എന്നാലും കൈമ ചെറുതായിട്ട് നീരുണ്ട് കേട്ടോ. ചോന്ന് വന്നിട്ടുണ്ട്. ഇനി ഡോക്ടറെ കാണിക്കണം. പിന്നെ ബെഡ്ഷീറ്റും കൂടെ ഒന്ന് റെഡിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി പുതുതായിട്ട് ഒരെണ്ണം പിടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ആകെ ചുളിഞ്ഞ് കിടക്കായിരുന്നു. അപ്പോൾ പില്ലോയും ഒന്ന് മാറ്റണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി ഇട്ട് കഴിഞ്ഞാൽ രാവിലത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചക്കേലേക്ക് കറിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ രാവിലത്തെ ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.